കോൺഗ്രസ് നേതാവായിട്ടുള്ള ഷാഫി പറമ്പലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻഷോട്ട് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം, കോഴിക്കോട്ടെ DCC അവർ അങ്ങേയറ്റ തലംഭാവി വിഷയത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായിട്ട് എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത് ആരാണ്? ഷാഫി പറമ്പലിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ കമ്മിറ്റിയോ ഇലക്ഷൻ ടീമോ പ്രവീണിൻ്റെ നേതൃത്വത്തിലുള്ള കോഴിക്കോട്ടെ DCC ഒന്നുമല്ല. അവിടെയുള്ള ഇതിന് ഇരയാക്കപ്പെട്ട അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. അവർ വിദേശയാത്ര പോലും ചെയ്യാൻ പറ്റാത്ത വിധം പാസ്പോർട്ട് പോലീസിൻ്റെ കയ്യിൽ, ഞാൻ മനസ്സിലായി ഇപ്പോഴും ആ കാസിം എന്ന ആളുടെ പാസ്പോർട്ട് പോലീസിൻ്റെ കയ്യിലാണ്. അവൻ്റെ സാധാരണ ജീവിതം തന്നെ ഇല്ലാതാക്കപ്പെട്ടു. അപ്പോൾ ഇതിനെതിരായുള്ള നിയമ നടപടിക്ക് ആയിട്ട് മുന്നോട്ട് പോകുന്ന അവിടുത്തെ പ്രാദേശിക ലീഗ് പ്രവർത്തകരാണ്. ഈ പാറക്കൽ അബ്ദുല്ല എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം വളരെ ശക്തമായി അവരോടൊപ്പമുണ്ട്, അദ്ദേഹം അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കോട്ടെ DCC ഇതിലെന്തു ചെയ്തു? കോൺഗ്രസ് നേതൃത്വം ഇതിലെന്തു ചെയ്തു? പ്രവീൺ എന്തു ചെയ്തു? ഷാഫി പറമ്പിൽ എന്തു ചെയ്തു? ഈ ചോദ്യം അവിടെ ഉണ്ട്. അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ അലംഭാവ സമീപനമാണ് അവർ സ്വീകരിച്ചത്. ഇതേ സമീപനം തന്നെയാണ് ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുന്നതെങ്കിൽ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ, സാമുദായിക വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിച്ച ആളുകൾ എന്ത് അപരാധമാണോ ചെയ്തത്, ആ അപരാധം തന്നെ ഇവർ ആവർത്തിക്കുന്നതായിരിക്കും. അതിൻ്റെ പേരിൽ അവർ ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെടും.